ഇനി വിദേശ വാർത്തയിലേക്ക്. പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകൾ വിജയിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. എന്നാൽ ഇതൊക്കെ തള്ളി ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന ഭീഷണിയിൽ നിന്ന് ട്രംപ് തൽക്കാലം പിന്മാറി. ഒരു ടെമ്പററി റിലീഫ്. ഇന്ത്യൻ ജീവനക്കാരുള്ള 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന വാർത്തയും വരുമ്പോൾ PPA ജെയിംസ് ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് PPA ജെയിംസ്. ഗുഡ് മോർണിംഗ് SKN. ഹായ്. ട്രംപ് എന്താ പറയുന്നത്? ഇപ്പോൾ എനിക്ക് മനസ്സിലായി ട്രംപ് എന്തും പറയും. എൻ്റെ SKN, ഇത് ട്രംപിനെ കുറിച്ച് 2.5 മാസമായി നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇപ്പം എത്തി, സമാധാനം വന്നു എന്ന് പറയും, അടുത്ത നിമിഷം കയറി അവിടെ ആക്രമിക്കുകയും ചെയ്യും. ഓരോ സമയവും ട്രംപിൻ്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന് പറഞ്ഞ പോലെ വാക്കിന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ട്രംപ്. ഇന്നലെ പറഞ്ഞത് SKN ഓർക്കുന്നുണ്ടാവും, ഇതാ വലിയ ആക്രമണം വരുന്നു, ഇന്ന് രാത്രി കൃത്യം സമയം പറഞ്ഞുകൊണ്ടാണ് ഇറാനെ കയറി ഞങ്ങൾ വ്യാപകമായി ആക്രമിക്കാൻ പോകുന്നു. രാത്രി എത്തിയപ്പോൾ ട്രംപിൻ്റെ വാക്ക് മാറി. ഞാൻ ഇത്തവണ ഇപ്പോൾ ആക്രമിക്കുന്നില്ല, ഞങ്ങൾ സമാധാന ചർച്ചകൾ ഏതാണ്ട് വിജയിച്ചു. ഞാൻ സമ്മതിച്ചു, അമേരിക്ക സമ്മതിച്ചു, സൗദി സമ്മതിച്ചു, ഖത്തർ സമ്മതിച്ചു, പാകിസ്ഥാൻ സമ്മതിച്ചു. പക്ഷേ ഇറാൻ്റെ കാര്യം മാത്രം പറഞ്ഞില്ല. ഇറാൻ ഒപ്പിടും അടുത്ത ദിവസങ്ങളിൽ. ഞങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്ന സമയമൊന്നും പറഞ്ഞിരുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ ഒപ്പിടാൻ പോകുന്നു, വേണമെങ്കിൽ അത് യൂറോപ്പിൽ വെച്ചാവും എന്നുള്ള തരത്തിൽ ട്രംപ് പറഞ്ഞു. നമ്മളൊക്കെ വിശ്വസിച്ചു. അതിൻ്റെ തൊട്ട് പിറകെ ഇറാൻ്റെ അഭിപ്രായം വന്നു SKN, ഇറാൻ ഇതൊക്കെ തള്ളിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഹോർമോസ് കടലിനടുക്കിലേക്ക് ഇറാൻ 2 ഡ്രോണുകൾ അയച്ചു. അത് അമേരിക്കൻ സേന വെടിവെച്ചിട്ടു. അപ്പോൾ ഫലത്തിൽ സമാധാനമായിട്ടില്ല. യുദ്ധവും സമാധാനവും. സമാധാനത്തെക്കുറിച്ച് പറയാതെ കേൾക്കാതിരിക്കുമ്പോൾ ഇറാനിലേക്ക് 2 ബോംബ് ഇടുക. അപ്പോൾ ഇറാൻ കയറി മറ്റ് US ബേസുകളിലേക്ക് ആക്രമിക്കും. ഈ ഒരു എക്സർസൈസ് അല്ലെങ്കിൽ ഒരു വ്യായാമം തുടങ്ങിയിട്ട് 2 മാസത്തിലേറെയായി. യുദ്ധം തുടങ്ങിയിട്ട് 100 ദിവസവും പിന്നിട്ടു. എന്തായാലും ഇതിൽ മാറ്റമുണ്ടാവുന്നില്ല. അതിനിടയിൽ SKN ഇന്ത്യക്ക് ആശങ്കപ്പെടാൻ കാരണങ്ങളുണ്ട്. കാരണം മിക്കവാറും അതിലൂടെ കടന്നു പോകുന്ന 100 കണക്കിന് കപ്പലുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യൻ ജീവനക്കാരാണ്. നമുക്ക് നേരത്തെ അറിയാം, ബുധനാഴ്ച അമേരിക്ക കയറി മിസൈൽ അയച്ച് എൻജിൻ റൂമിനെ ലക്ഷ്യം വെച്ചാണ് അവർ മിസൈൽ അയച്ചത്. എൻജിൻ തകർന്ന് തീപിടുത്തമുണ്ടായി. 24 ഇന്ത്യൻ ജീവനക്കാരിൽ 3 പേരെ കാണാതായി, 3 പേരും കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇന്നലെ വന്നു. അതിനുശേഷം 2 കപ്പലുകൾ, ഇന്ത്യൻ ജീവനക്കാരുള്ള 2 കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അവർ പറയുന്നത് ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകളെ തടയുമെന്നും ആക്രമിക്കുമെന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതിലെ ജീവനക്കാരുമായി സംസാരിച്ചതിന് ശേഷമാണ് അമേരിക്ക ആക്രമിച്ചത്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കുറച്ച് ഇതിൻ്റെ പേരിൽ വഷളായിട്ടുണ്ട്. ഇതാദ്യമായിട്ട് അമേരിക്കയുടെ ഡെപ്യൂട്ടി ചീഫിനെ വിളിച്ചു വരുത്തി ഇന്ത്യ തങ്ങളുടെ കടുത്ത പ്രതിഷേധം അറിയിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി. എന്നിട്ട് ഒരു കപ്പലിൻ്റെ കാര്യത്തിൽ പറഞ്ഞു 2 കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നട്ടെല്ല് നിവർത്തി അമേരിക്കയോടും ഇറാനോടും പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ ഇത് നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നു. ഹോർമോസ് കടലെടുക്ക് അടഞ്ഞു തന്നെ കിടക്കുകയാണ്. പക്ഷേ അമേരിക്ക പറയുന്നത് അതിൻ്റെ ഇതിലൂടെ ഞങ്ങൾ 10 കോടി ബാരൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കടത്തിവിട്ടു. ഇപ്പോഴും അമേരിക്കൻ പെട്രോളിങ്ങിൽ ഇടയിൽ ഇത് കടന്നു പോകുന്നുണ്ട്. ഇറാൻ അതറിയാം എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അമേരിക്കയുടെ ഇറാൻ ഉപരോധം തുറമുഖങ്ങളിൽ തുടരുകയാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.